ഇനി പറയാം വഖദ് യുസമ്മ റജുൽ ബലദി ഖുതുബ ദാലിക്കൽ ബലദി. ഒരു നാട്, ആ നാട്ടിൽ കാര്യപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അയാളെ കുറിച്ചിട്ട് ആ നാട്ടുകാർക്ക് ഒരു കുത്തുബായിട്ട് പറയാം. ഷെയ്ഖുൽ ജമാഅത്തി ഖുതുബ തിൽക്കൽ ജമാഅത്ത്. ഒരു സംഘമുണ്ട്, ആ സംഘത്തിന് നേതാവിനെ കുറിച്ചിട്ട് കുത്തുബെന്ന് പറയാം. അങ്ങനെയൊക്കെ പറയാമെങ്കിലും വലാകിന്നൽ അഖ്താബൽ മുസ്തഹാലായ യഖൂലുഹും ഹാദൽ ഇസ്മു മുത്ലഖൻ മിൻ ഗൈരി അല്ലാഹ്. ഔലിയാക്കളെ പറ്റി ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാരുടെ ഇസ്തിലാഹ് പ്രകാരം ഖുതുബി എന്നുള്ളത് ആരിലേക്കും ചേർത്താതെ മുത്ലഖ് എന്നൽക്ക് പറയുന്ന ഒന്നാണ് പേര്. അങ്ങനെ ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ ലാ യകൂനു മിൻഹും ബിസ്സമാനി ഇല്ലാ വാഹിദുൻ. ഒരാൾ മാത്രമേ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുള്ളൂ. ഹുവൽ ഗൗസ് അയ്ലൻ. ഈ ഖുതുബ അയാളെ കൊണ്ടുവന്ന് പറയാ ഗൗസ് എന്ന് പറയാ. അപ്പൊ ഖുതുബ് ഗൗസ്, ഖുതുബ് തന്നെയാണ് ഗൗസ്, ഗൗസ് തന്നെയാണ് ഖുതുബ്. അത് ശൈഖ് മുഖ്യദ്ദീൻ തങ്ങൾ അങ്ങനെയാണല്ലോ. വഹുവ മിനൽ മുഖറബീന. അവര് അള്ളാഹുവിലേക്ക് അടുത്ത കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ്. വഹുവ സയ്യിദുൽ ജമാഅത്തി ഫി സമാനി. ആ കാലഘട്ടത്തുള്ള സമുദായത്തെ നേതാവായിട്ട് വരുന്ന ആളാണ് അവർ. ഒമിൻഹും. ഈ ഖുതുബിൽപ്പെട്ട ആൾക്കാർ പലരുണ്ട്. മയ്യക്കൂനു ലാഹിറൽ ഹുക്മി. വിധികളെല്ലാം പുറത്തേക്ക് പറയാനും പ്രകടമാക്കാൻ പറ്റുന്ന ആൾക്കാരും ഖുതുബിയുടെ കൂട്ടത്തിലുണ്ട്. വയഹൂദുൽ ഖിലാഫത്തുൽ ലാഹിറത്ത. പ്രത്യക്ഷത്തിലുള്ള ഭൗതിക അധികാരങ്ങളും അവർ നേടിയെടുക്കാൻ പറ്റും. കമാ ഹാദൽ ഖിലാഫത്തുൽ ബാത്തിനത്ത മിൻ ജിഹത്തിൽ മഖാമി. ഉയർന്ന പദവികൾ, ആ പദവി നേടിയ ആളുകൾക്ക് ലാഹിറത്തല്ലാത്ത ബാത്തിനിയായിരിക്കുന്ന അധികാരങ്ങൾ ഒരുമിച്ച് കൂട്ടും പോലെ ലാഹിറായിരിക്കുന്ന അധികാരത്തെ ഒരുമിച്ച് കൂട്ടാനും വിധി നടപ്പാക്കാനും പറ്റുന്ന ഖുതുബിയുടെ കൂട്ടത്തിലുണ്ട്. അത്തരം ഖുതുബികളായിട്ട് നമുക്ക് എണ്ണാൻ പറ്റും. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, മുആവിയത്ത് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ മുതവക്കിൽ. ഇത്തരം ആളുകളൊക്കെ ഇതിലുണ്ട്. ഇവരൊക്കെ പ്രത്യക്ഷത്തിലുള്ളതായിരിക്കുന്ന അധികാരം നേടിയെടുത്തവരും ബാത്തിനായിട്ടും നേടിയവർ തന്നെയാണ്. അതിനൊക്കെ കഴിവുള്ളവരാണ്. ആത്മപരമായിട്ടും ഭൗതികപരമായിട്ടും ഇങ്ങനത്തെ ഖുതുബികൾ ഇവരൊക്കെ. മിൻഹും മൻ ഹാദൽ ഖിലാഫത്തുൽ ബാത്തിനത ഖാസത്തൻ വലാ ഹുക്മ ലഹു ബിൽ ലാഹിരി. ലാഹിറായ വിധിത്തിൽ പ്രകടമായ ഒരു വിധിയൊന്നും നടപ്പാക്കുന്നില്ല. പ്രത്യേകമായിട്ട് പറഞ്ഞ ബാത്തിനായ ഒരു ഒതുങ്ങി നിൽക്കുന്ന ആത്മീയ അധികാരം ഇവർക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനത്തോരുണ്ട്. അഹമ്മദ് ബിൻ ഹാറൂൺ റഷീദ് എന്ന് പറയുമ്പോൾ അഹമ്മദ് ബിൻ ഹാറൂൺ റഷീദ് തങ്ങൾ അങ്ങനെയാണ്. അതുപോലെ അബി യസീദ് ബിസ്താമി. ഇവരൊന്നും ഭൗതിക ലോകത്ത് അധികാരം നടത്തിയവരല്ല. ഭൗതിക ലോകത്ത് ജീവിച്ച് ആത്മീയപരമായിട്ടുള്ള അധികാരം നടത്തിയവരാണ്. അപ്പൊ അഖ്താമി അധിക പേരും ലാ ഹുക്മ ലഹു ബിൽ ലാഹിരി. അവർക്ക് ബാത്തിനായിട്ട് തന്നെ ജീവിക്കും. ലാഹിറിൽ എന്തുണ്ടാവില്ല, വലിയൊരു അധികാരങ്ങളും വിധി കൽപ്പിക്കാനൊന്നും ഒരു വരില്ല. അങ്ങനത്തെവരാണ്. അഖ്താബും മുഗവാസും പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്താ ഇവരൊക്കെ പണി? ഉലമാ, ഔലിയാ, ഔതാദ്, അബ്ദാല്, അഖ്താബ്, മുഗവാസ്. ഇത്തരം ആളുകൾ എന്തിനാണ് അല്ലാഹു തആല നിശ്ചയിച്ചത്? യുർഷിദൂനഹും വയുസക്കൂനഹും. ഇവരൊക്കെ ഈ സമുദായങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുകയും അവരെ ആത്മീയപരമായി സംസ്കരിക്കുകയും ചെയ്യുന്നവരാണ് ഇവരൊക്കെ. തർബിയത്തൻ ഇസ്റാറൻ തഅലീമൻ ജിഹാറൻ. രഹസ്യമായി ആത്മീയപരമായിട്ട് വളർത്തിക്കൊണ്ടുവരിക, പരസ്യമായി ദീനി അറിവ് പഠിപ്പിക്കുക. ഈ നിലയിലൊക്കെ അവർ സംസിദ്ധരാക്കിയിട്ടുണ്ട് ഇവർ. ഫളഹറ ദീനുല്ലാഹി അലാ കുല്ലി ദീൻ. ലോകത്ത് എത്രയോ കോടിക്കണക്കിന് മതങ്ങളുണ്ട്. ആ മതങ്ങളെക്കാളും ഒക്കെ വെളിപ്പെട്ടു നിൽക്കുന്ന മതം അല്ലാഹു തആലയുടെ മതം തന്നെയാണ്. ഇതുകൊണ്ടാണ് വലോകരികൾ കാഫിറുകളായ ആളുകൾ ഈ മതത്തെ എത്ര വെറുത്തിട്ടും കാര്യമില്ല, അത് വളർന്നുകൊണ്ടേയിരിക്കും. കാഫിറുകളായ ആളുകൾ നഷ്ടത്തെയാണ് അവർ ഉടമയാക്കി എടുക്കുന്നത്. ഇത് ബിസ്മി മുഹമ്മദ് സലാത്തും ചൊല്ലിക്കഴിഞ്ഞു. ഇനി അമ്മാ ബഅദു. ബിസ്മി മുഹമ്മദ് സലാത്തും സലാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫയഖൂലു അഹ്ഖറുൽ ഖലീഖത്തിൽ അദീം ഫിൽ ഹഖീഖത്തി. യഥാർത്ഥത്തിൽ ഇല്ല എന്ന് പറയാം അല്ലാതെ. അങ്ങനെ ഉണ്ടല്ലോ. ഹഖീഖപരമായിട്ട് ഇവിടെ അദീമാണ്. വജൂദുള്ളത് മജാസാണ്.
ഇങ്ങനത്തെ അടിയുമായ സ്പിരിറ്റിൽ ഏറ്റവും മോശക്കാരനായ ആള് പറയും. ആരാണ് ഈ ആള്? അതൊരു തഹലീമുൽ നഫ്സ് വിനയത്തോടി പറയുന്ന വാക്കാണല്ലോ. അബൂ മുഹമ്മദ് വൈലത്തൂരിയിൽ മലൈബാരിയിൽ ഖാദിർ എന്ന് പറയുന്ന ആള് പറയാ, അഫാൻഹു അനഹിബത്തിഹിൽ ബാരി, സൃഷ്ടികളെ അല്ലാഹു തആലാന്റെ ഇഷ്ടക്കാരായ ആൾക്കാരെ തൊട്ടും വിദ്യത്തെ തൊട്ടൊക്കെ അല്ലാഹു തആല എന്താക്കട്ടെ, മാപ്പാക്കട്ടെ എന്ന് എന്നിട്ട് പറയുന്നു അദ്ദേഹം, ആദി ആശിയത്തുൻ ലതീഫത്തും തഅലീഖത്തും അസീസത്തും മൗസൂമത്തും ബിദ്ദഖീറത്തി സഫിയ്യത്തി ബിശറഇ ഖസീദത്തിൽ ഖുതുബിയ്യ. ഖുതുബിയ്യത്തിന്റെ പാട്ടാള കുത്തുബ. അപ്പൊ ഖസീദ എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പൊ കവിതയായിരിക്കുന്ന കുത്തുബിയ്യ. ആ കവിത കുത്തുബയുടെ വ്യാഖ്യാനം എന്നതുകൊണ്ട് അറിയപ്പെടാൻ പറ്റുന്ന ഒരു ശറഇ ആശിയാണ് ദഖീറത്തു സഫിയ്യ എന്നതുകൊണ്ട് പേര് വെക്കപ്പെട്ടതായിരിക്കുന്ന വളരെ പദങ്ങൾ ചുരുക്കിയ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ബന്ധപ്പെടുത്തി ചെറിയൊരു ഗ്രന്ഥമാണ്, ഒരു ഹാഷിയാണ് ഇത്. മുളമ്മിനം ബി മുഅ്ജമി സദ്രിഹ താരിഖ് തഅലീഫ് വതിൽകൽ ഖസീദ ബി മദീ ശൈഖിനാ മലാദിൽ മൗസൽ അലം. മുളമ്മിനൻ ഈ ശറഅ് തന്നെ ഉൾപ്പെടുത്തുന്ന വിധത്തിൽ എന്ത് ബി മുഅ്ജമി സദ്രിഹ, ഇതിന്റെ തുടക്കത്തിന്റെ ഭാഗത്ത് തന്നെ എന്തിനുൾപ്പെടുത്തിയ താരിഖത്ത് ഇതിനെ രചിച്ചതായിരിക്കുന്ന ഡേറ്റ് ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഉൾപ്പെടുത്തിയ നിലയിലാണ് ഈ കിതാബൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോ തിൽക്കൽ ഖസീദത്തു നമ്മൾ പറയാ കുത്തുബിയത്ത് എന്ന് പറയുന്ന കവിത ഈ മദീ ശൈഖിനാണ്. ഇപ്പൊ മലാദിൽ ഗൗസ് അൽ-അലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു എന്ന് പറയുന്ന മഹാനെ പുകഴ്ത്തുന്നതിലുള്ളതാണ് ഖസീദ. അല്ലത്തി അൻസഹ അൽ ഇമാമുൽ ജാമിഉ ബൈനൽ മഅഖൂലി വൽ മൻഖൂലി. മഅഖൂലാത്തുകളും മൻഖൂലാത്തും അഖലപരമായിട്ടും നഖലപരമായിട്ടും എല്ലാം വിവരമുള്ള മഹാനായ ഒരു ഇമാമുണ്ട്. ആ ഇമാമാണ് ഈ ഖസീദത്തുൽ ഖുതുബിയ്യത്ത് ഉണ്ടാക്കിയത്. ആരാണ് ആ ഇമാം? ശംസുൽ ഉലമാ വൽ മുഫ്തീൻ, ഫത്വ കൊടുക്കുവാൻ യോഗ്യരായ ഉലമാക്കളെ സൂര്യനായ, ഖുതുബുൽ ഇർഷാദ് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന നേതാവായ, അൽ ആരിഫു ബില്ലാഹ് അല്ലാഹനെ കൊണ്ട് നല്ലോണം അറിയുന്നവരായ, അഥവാ സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന് പറയുന്ന മഹാനാണ് ഇതുണ്ടാക്കിയത്. ഉപ്പാന്റെ പേരെന്താ? ഇബ്നു ഷൈഖ് അൽ ആരിഫ് ബില്ലാഹ് സുലൈമാൻ ഖാഹിരി റളിയല്ലാഹു അൻഹുമാ വനഫഅനാ ബിഹിമാ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ കൂടിത ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ഖസീദത്തുൽ ഖുതുബിയ്യയുടെ മുസന്നിഫായ സദഖത്തുള്ള ഖാഹിരി തങ്ങളെ എന്താക്കപ്പെട്ടിട്ടുണ്ട്? ജന്മം നൽകപ്പെട്ടത് എവിടെ? ബി ബൽദത്തി ഖാഹിർ മിൻ വിലായത്തി മദ്രാസ്. മദ്രാസിൽ അധികാരത്തിൽപ്പെട്ടതാണ് ഖാഹിർ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. ആ ഖാഹിർ ആ നാട്ടിലാണ് ആർക്ക് ജന്മം നൽകിയത്? ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഖാഹിരി തങ്ങൾക്ക് ജന്മം നൽകിയത്. അവിടേക്ക് ചേർത്തുകൊണ്ട് ഖാഹിരി എന്ന് പറയുന്നത്. എന്താണ് ജനിച്ച ഡേറ്റ്? അതാണ് ഡേറ്റ് അടക്കം എന്നൊക്കെ പറഞ്ഞ നമ്മള് സനത്ത് 40 ബഅദൽ അൽഫി മിനൽ ഹിജ്റത്തി. ഹിജ്റ വർഷം 1000 കഴിഞ്ഞ് 40. അപ്പൊ 1040 ജന്മം. ഈ സമനിൽ മലിക്കിൽ അജിൽ ആലി മൗലാന ഔറംഗസേബ് എന്ന് പറയുന്ന ചക്രവർത്തിയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നീതിമാനാണ്, പണ്ഡിതനാണ് അദ്ദേഹം. അക്കാലഘട്ടത്തിലാണ് ഈ മഹാന്റെ ജന്മം. ബഹുമാനപ്പെട്ടവര് ഈ സദഖത്തുള്ള ഖാഹിരി തങ്ങള് മഹാ അത്ഭുതകരമായി കൊണ്ടാണ് വളർന്നു വന്നത്. വഹഫിദൽ ഖുർആന ഫി സിഗൈരി, തന്റെ ചെറുപ്രായത്തിൽ ഖുർആൻ മനഃപ്പാഠമാണ്. ഫതഅല്ലമൽ ഇൽമ അലാ അബീഹി, തന്റെ പിതാവിൽ നിന്ന് അഥവാ സുലൈമാൻ ഖാഹിരി തങ്ങളിൽ നിന്നാണ് മഹാനവറുകൾ ഇൽമ പഠിച്ചത്. വഗൈരിഹി, അല്ലാത്തവരെന്നും പഠിച്ചിട്ടുണ്ട്. وتفقه على الشيخ الأجل الولي المشهور مولانا محمد عبد القادر المخدوم الملقب ബിഷിനീന അൽ-അദ്റമി എന്ന് പറയുന്ന മഹാനുണ്ട്. ഈ മഹാനിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ഒരു കർമ്മശാസ്ത്രം പഠിച്ചത്. എവിടെ മൂപ്പരെന്നറിയാമോ? മറവിട്ട് കിടക്കുന്ന മധുഫൂൻ ഈ ബൽദത്തി കർക്കർ
കിറുകിറ ഇളക്കര നീക്കര പറഞ്ഞു. അപ്പൊ കിറുകിറ എന്ന് പറയുന്ന നാട്ടിൽ മറവിട്ട് കിടക്കുന്ന മഹാനാണ്. ആത്മീയപരമായിട്ട് ജനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള അനുമതി, പിന്നെ അതിന്റെ പട്ടം, അതുപോലെ തലപ്പാവ്, നമ്മുടെ ശരത് കൊടുക്കുന്നമായിട്ടുള്ള ഹിർക്ക, അതും തലപ്പാവൊക്കെ ഈ പറയുന്ന ഉസ്താദ് എന്ന് ബഹുമാനപ്പെട്ട സദഖത്തുള്ളാഹി തങ്ങൾ അണഞ്ഞിട്ടുണ്ട്, അത് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ഹത്താസോറ ഖുദുവത്തുൽ ഉബ്ബാസ്, അടിയങ്ങൾക്ക് തുടരാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു നേതാവായി മാറി ബഹുമാനപ്പെട്ടവർ. ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ. ഇപ്പോ ഉസ്വത്ത് സുഖാദ്, പ്രബന്ധ ത്യാഗത്തിന്റെ ആളുകൾക്ക് ഒരു മാതൃകയായിരുന്നു ഈ മഹാനവറുകൾ. അല്ലാറൽ മുസ്കിലാത്ത്, സംശയങ്ങൾ എന്തൊക്കെയുണ്ട് അത് കെട്ടയച്ചു വിടുന്ന ആളായി മാറി. ഇപ്പൊ കഷ്ടാഫൽ മുഹമ്മലാത്ത്, മനുഷ്യനെ പെട്ട് തിരിയാത്ത കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുത്ത് വെളിവാക്കി കൊടുക്കുന്ന ആളായി മാറി. ഈ രൂപത്തിൽ വളർന്നു വന്ന മഹാനവർ. എന്നിട്ടോ മക്ക, പിന്നെ ബഹുമാനപ്പെട്ടൊരു മക്കയിലേക്ക് അങ്ങോട്ട് യാത്ര പോയി. റൗള ഷരീഫ് സന്ദർശിച്ചു. മക്കയിൽ ബഹുമാനപ്പെട്ടവർ താമസിച്ചു 2 വർഷം. ഉലമായ, മക്കയിലുള്ള പണ്ഡിതന്മാരിൽ ഇൽമു പഠിച്ചു. വലിയ വലിയ ഒരു മഹത്വം നേടിയ ഒരാളും നല്ല സാഹിത്യ സമ്പുഷ്ടമായ അങ്ങ രീതിയിൽ കവിത ഉണ്ടാക്കാൻ പറ്റുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട സദഖത്തുള്ളാഹി തങ്ങൾ. ലഹു അസ്ഹാറും വായിഖത്തും മുഅല്ലഫാത്തും കസീറത്തുൻ. ഈ മഹാനവറുകൾക്ക് ഇത് മാത്രമൊന്നല്ല, ഒരുപാട് ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉയർന്ന പദവിയിലെത്തിയതായിരിക്കുന്ന അംഗീകരിക്കുന്ന ഗാനങ്ങളുണ്ട്. ഏതുപോലെയൊക്കെ എന്ന് പറയുന്ന കിതാബ്, ജാനി ഇലാ തസ്രീബിൽ സഞ്ചാനി ഒരു കിതാബ്, തർജമത്തിൽ ബഹിയ في سيرة خير البرية باللسان الأردبي، وحاشية تفسير بيضاء، وحاشية الدر المنثور، وحاشية الطب الأزرق، وتخميس قصيدة البردة. ذلك زهير ذنقل بردة أين تخميس السلبي المشهور ببانة سعادة. ബഹാനത്ത് സുആദ എന്ന് പറഞ്ഞ കിതാബുണ്ടല്ലോ, പാട്ട്. ഇതിനൊക്കെ മഹാനവറുകൾ തഖ്മീസാക്കിയെടുത്തിട്ടുണ്ട്. തഖ്മീസ് ദുഖുൽ മആദ്, തഖ്മീസ് ബുർഉദ്ദ ലിബൂസൂരി, തഖ്മീസ് ഖസീദത്തുൽ വിത്രിയ മഅ സിയാദതി ബി അവാഖിൽ ഖവാഫിൽ. ഈ ബൈത്തുകൾ ഉണ്ടാക്കിയതിന്റെ കാഫിയ ലാസ്റ്റിൽ കുറെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് കിതാബുകൾ ഈ പറയുന്ന മഹാനവറുകൾക്ക് ഉണ്ട്. അത്രയും ഉയർന്ന പദവിയിലെത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട സദഖത്തുള്ളാഹി തങ്ങൾ. ഒരു ചില്ലറക്കാരനല്ലാതെ മനസ്സിലായല്ലോ. അതാ കുത്തുബേരി ചെല്ലുമ്പോ തന്നെ മനസ്സിലാക്കാമോ. അത് അന്നത്തിൽക്കൽ ഖസീദത്ത, ഈ ഖസീദ للشيخ الإمام محب محمد بن أبي بكر البغدادي رضي الله عنه. അവർക്കുള്ളതാണല്ലോ ഏത് ഈ തഖ്മീസുൽ ഖസീദത്തുൽ വിത്രിയ എന്നൊക്കെ പറയുന്നത്. റത്തബാൽ ഹുറൂഫ് അൽ ഇജാസിയ, ഇജായിയായ അർഫ് അൽഫബാത്താൽ എന്നീ അക്ഷരപ്രകാരമാണ് ആ ഖസീദയെ ക്രമീകരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. വനളമ ലികുല്ലി മിന്ന 21 ബൈത്തൻ. ഇവകളിൽ നിന്ന് എല്ലാത്തിനും കൂടി ഒരു 11 ബൈത്ത് ഓപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഹമ്മസഹ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അതിനെ തഖ്മീസാക്കി 5 ആക്കി കൊണ്ടുവന്ന് ശൈഖ് സദഖത്തുള്ളാഹി തങ്ങൾ കൊണ്ടുപോകുന്ന അയ്യരാലീക അതിന്റെ മേലിൽ ഒരു കോന്തല വക്കത്തുണ്ടാക്കി സമാനിയ തമിയാത്തിൽ തഖ്മീസുക, അതിനെ തഖ്മീസാക്കലോടുകൂടെ ഒരു 8 ബൈത്ത് കൂടി അതിന്റെ വക്കത്ത് കൂട്ടിക്കൊടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ വരുമ്പോ വസാറത്ത് അബിയാത്തു കുല്ലി ഹറഫി, എല്ലാ ഹറഫിന്റെയും ഓരോ ബൈത്ത് എടുത്ത് നോക്കുമ്പോ 29 ബൈത്തൻ, അതൊരു 29 ബൈത്ത് വരെ വന്നു. ആ അറഫിൽ ഇല്ല അറഫൽ മീമിന്റെ അറഫ് വെച്ചിട്ട് അതില്ല. ഇപ്പൊ കമ്മലഹ അങ്ങനെ വന്നപ്പോ മീമറഫിലും കൂട്ടിയിട്ട് ബൈത്തുണ്ടാക്കി 30 ബൈത്താൻ, അത് 30 ആക്കി പൂർത്തീകരിച്ചു കൊണ്ടുവന്നു. ഇതിനെ
ഇഷാറത്തല്ലി കമാലി ഇസ്മി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്തുകൊണ്ടാണ്? മറ്റതൊക്കെ അതിലുണ്ട്, നബിന്റെ മറ്റക്ഷരം അതിന് മീമില്ല. അപ്പൊ നബിന്റെ പേരൊന്ന് പൂർത്തീകരിച്ച് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? മീമിന്റെ ഒരു ബേക്ക് പേര് വേണം. അതോട് കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണ്. ഒക്കെ തൗഹീദ് ദലാലത്തി ബി തസ്ദീദ് ദലാലത്തി, ഇതുപോലുള്ള പല കിതാബുകളും മഹാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വലാകിൻ വകവി ആദൽ കിതാബി തൗഹീദ് ദലാലത്തി ബി തസ്ദീദ് ദലാല എന്ന് പറയുന്ന കിതാബിൽ സംഭവിച്ചു വിഷയിന് തസ്ദീമിലാണ് ദലാലത്തിൽ, ദലാലത്തിന്റെ ലാഭ്, ആ ലാഭിനെ തസ്ദീമാക്കുന്ന കാര്യത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള വന്നു. എങ്ങനത്തെ ഒന്ന് ഹുവ മർദൂദുൻ അലൈഹി, അതാണ് അദ്ദേഹത്തിന്റെ മേൽ തന്നെ മടക്കപ്പെടേണ്ടത്. അങ്ങനത്തെ സംഗതി ഉണ്ടായിട്ടുണ്ട്. അത് മൂപ്പരിൽ പറ്റിപ്പോയെന്നാണ്, അങ്ങനെ വരാലോ. കമാ ബയ്യന്ന ഫി ആശിയത്തിന് ദഖാഖിൽ മുഹക്കമത്തി എന്ന് പറയുന്ന കിതാബിൽ നമ്മൾ വ്യക്തമാക്കി പറഞ്ഞതുപോലെ. പിന്നെ മഹാനുണ്ടാക്കിയ മറ്റൊരു കിതാബാണ് ഖസീദത്തുൽ ഖുതുബിയ്യ ഫി മനാഖിബിൽ ഔസിൽ അലവില്ലത്തി തസദ്ദൈനാ ലിഖിദ്മത്തിഹ. ഈ ഖസീദത്തുൽ ഖുതുബിയ്യ അത് സദഖുല്ലാഹി തങ്ങളെ രചനയാണ്. ഷെയ്ഖ് മുഹയ്യിദ്ദീൻ ഔസ് തങ്ങളെ സ്ഥാനമാണ് പറയുക. എങ്ങനത്തെ ഖസീദ, അതിനെ സേവനം ചെയ്തൊരു സറഹുണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറായല്ലോ, അതാണ് ഇത്. ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹി തങ്ങൾ മരിച്ചത് ശരത്ത ഇസ്നത്തെ അസറ 1112 ആണെന്ന്. എന്നാൽ ഈ കുത്തുബിയത്തിന് പരിഭാഷ എഴുതിയിട്ടുണ്ട്. ആ കുത്തുബിയത്തിന് പരിഭാഷ എഴുതി കാണുക 1113 കാണുന്നുണ്ട്. അത് മാത്രമല്ല, ആ പരിഭാഷയിൽ പറയുന്നുണ്ട് സഫർ മാസം 5-ാം രാവിലെ വ്യാഴാഴ്ച രാത്രിയാണ് മരിച്ചതും എന്ന് കാണാനുണ്ട്. മൂപ്പര് മരിക്കുമ്പോ ഒലവു സലാസുമ സബൂന സന 73 വയസ്സല്ലത്. ബോധുഫിനാബിൽ ഖുബ്ബത്തിൽ സഹറാബി ജിവാരി ജാമി കിർക്കരി, ഈളക്കര എന്ന് പറയുന്ന ജുമാഅത്ത് പള്ളിയുടെ ചെരുവിലായിട്ട് മഹാനവറുകളെ അവിടെ വലിയൊരു കുബ്ബയുണ്ട്, അതിന്റെ ഉള്ളിൽ മറമാടപ്പെട്ട് കിടക്കുകയാണ്. നമുക്ക് അവിടെ ചെന്ന് ഉള്ളിൽ കിടക്കണം ചെയ്ത വയ്യ മസാറുൻ ഖേബീറുൻ, അത് വലിയ വലിയ ഒരു സന്ദർശന കേന്ദ്രമാണത്. വിവിധ നാടുകളിൽ നിന്ന് അവിടേക്ക് ആളുകൾ ഒഴുകാറുണ്ട്. അങ്ങനത്തെ വലിയ പ്രദേശമാണ് ഇളക്കര. നവ്വർ അല്ലാഹു മർക്കദു, മഹാനവറുടെ ഖബർ അല്ലാഹു തആല പ്രകാശിപ്പിക്കട്ടെ. വനഫഅനാബി, അദ്ദേഹത്തിനെ കൊണ്ട് അല്ലാഹു തആല നമുക്ക് ഉപകാരം ചെയ്യുമാറാവട്ടെ. ഇനി അവിടുന്ന് അങ്ങോട്ട് ബാക്കി പിന്നെ തുടരാം ഇൻഷാ അല്ലാഹ്.